വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ചരക്ക് രഹസ്യങ്ങൾ പുറത്ത്. കൊച്ചി പുറംകടലിൽ മുങ്ങിയ കണ്ടെയ്നർ കപ്പൽ എൽസ 3 ചരക്കു രഹസ്യങ്ങൾ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ പുറത്തുവന്നു. ചരക്കുകളുടെ വിവരം സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനായിരുന്നു നിർദ്ദേശം. അതീവ സ്ഫോടന സാധ്യതയുള്ള കാൽസ്യം കാർബൈഡ് നിറച്ച 13 കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ 5 എണ്ണം ഡെക്കിലും 8 എണ്ണം കപ്പലിനുള്ളിലുമാണ്. ജലസമ്പർക്കം ഉണ്ടായാൽ അസറ്റിലിൻ വാതകമായി മാറുന്ന ഈ രാസവസ്തു വീണ്ടെടുത്തില്ലെങ്കിൽ വലിയ അപകട സാധ്യതയുണ്ട്. കപ്പലിൽ 484 ടൺ ഇന്ധനവും ഉള്ളതിനാൽ വലിയ സ്ഫോടനത്തിനും വൻ പരിസ്ഥിതി നാശത്തിനും ഇടവയ്ക്കും. 50 കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരത്തെത്തി. 60 കണ്ടെയ്നറുകളിലായി 168 ടൺ പോളിമർ പെല്ലറ്റുകളുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവാണ് പെല്ലറ്റുകൾ. ബക്രീദ് അവധി. ബക്രീദ് പൊതു അവധി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നാളെയാണ്. അതേസമയം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്ക് അവധിയും നാളെയാണ്. കേരളത്തിൽ മാസപ്പിറവി ദൃശ്യമാകാതിരുന്ന സാഹചര്യത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ച ആഘോഷിക്കാൻ മതപണ്ഡിതർ തീരുമാനിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ചത്തെ അവധി റദ്ദാക്കി ശനിയാഴ്ച അവധി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വെള്ളിയാഴ്ചയും അവധി നൽകണമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. മാലിന്യം നിറഞ്ഞ് ആമയിഴഞ്ചാൻ തോട്. ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ഉത്ഭവിച്ച് കണ്ണമൂല വഴി ആക്കുളം കായലിൽ ചെന്നു ചേരുന്ന ആമയിഴഞ്ചാൻ തോടിന് ആകെ 12 കിലോമീറ്ററാണ് ദൂരം. തോടിന്റെ 119 മീറ്റർ റെയിൽവേ ലൈനിന് കീഴിലൂടെയാണ് പോകുന്നത്. റെയിൽവേയുടെ ഭാഗം വൃത്തിയാക്കിയില്ലെന്ന് നഗരസഭ ആരോപിക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ മാലിന്യവും ചെളിയും നിറഞ്ഞു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് എതിർവശം പുത്തരിക്കണ്ടം മൈതാനത്തിനരികിലൂടെ കടന്നു പോകുന്ന ഭാഗം, തകരപ്പറമ്പ്, വഞ്ചിയൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ മാലിന്യവും ചെളിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്യാമറ വച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ്. പ്രകൃതി നശിക്കുമ്പോൾ ജീവിതവും നശിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പ്രകൃതി നശിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതമാണ് നശിപ്പിക്കപ്പെടുന്നതെന്നും പരിസ്ഥിതി ദിനം കേവലം ദിനാചരണങ്ങളിൽ ഒതുക്കേണ്ടതല്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഫ്രൂട്ട് ക്ലസ്റ്ററുകളിലൂടെ കേരളത്തിൽ 1670 ഹെക്ടറിൽ പഴവർഗ കൃഷി വ്യാപനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും ഇതോടെ വിദേശ നാണ്യം കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീചിത്രയിൽ ഗുരുതര പ്രതിസന്ധി. ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ മുൻനിര സ്ഥാപനമായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുരുതര പ്രതിസന്ധി. സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതിനാൽ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെക്കും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇമേജിംഗ് സയൻസ് ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ സംയുക്തമായി ഒപ്പിട്ട കത്ത് ശ്രീചിത്ര ഡയറക്ടർ സഞ്ജയ് ബിഹാരിക്ക് നൽകി. ഹൃദയമൊഴികെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും രക്തക്കുഴലുകളിലെ തകരാറുകൾ സ്റ്റെന്റിന്റെ സഹായത്തോടെ പരിഹരിക്കുന്ന അതിനൂതനമായ ചികിത്സാ സംവിധാനമാണ് നിശ്ചലമാകുന്നത്. 100 കണക്കിന് രോഗികളാണ് മരണത്തിനും ജീവിതത്തിനുമിടയിൽ അവസാന പ്രതീക്ഷയായി ശ്രീചിത്രയിൽ ഈ വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്കായി പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ജം പോർട്ടൽ വഴി ഇന്ത്യൻ നിർമ്മിത ശസ്ത്രക്രിയ സാമഗ്രികൾ മാത്രമേ വാങ്ങാവൂ. പ്രതികളുടെ +1 പ്രവേശനം വേദനാജനകമെന്ന് ഷഹബാസിന്റെ പിതാവ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളിൽ 5 പേർ ഹൈക്കോടതി ഉത്തരവിലൂടെ +1 പ്രവേശനം നേടി. 3 വിദ്യാർത്ഥികൾ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും 2 പേർ നഗരപരിധിയിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി GVHSS കുറ്റിച്ചിറ സ്കൂളുകളിലുമാണ് പ്രവേശനം നേടിയത്. ഇതിന്റെ വിശദമായ വാർത്ത തേർഡ് എഡിഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ നടപടി വേദനാജനകമാണ്, അംഗീകരിക്കാനാകില്ല. കോടതി വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ്. മകന് നീതി ഉറപ്പാക്കാൻ നിയമപരമായി ഏതറ്റം വരെയും പോകും. നീറ്റ് PG പരീക്ഷകൾ ഓഗസ്റ്റിൽ. നീറ്റ് പരീക്ഷകൾ ഓഗസ്റ്റ് 3 നടത്താനാണ് സുപ്രീം കോടതിയുടെ അനുമതി. ദേശീയ പരീക്ഷാ ബോർഡിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് തീരുമാനം. നേരത്തെ ജൂൺ 15 നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഭവന വായ്പ എടുത്തവർക്ക് ആശ്വാസം. വായ്പ എടുത്തവർക്ക് RBIയുടെ ആശ്വാസം.
റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഇതോടെ ഭവന വാഹന വായ്പകളുടെ അടക്കം പലിശ ഭാരം കുറയും. തുടർച്ചയായി 3-ാം തവണയും ധനനയ സമിതി യോഗം പലിശ കുറച്ചു. ഇത്തവണ 0.5% കുറച്ചതോടെ റിപ്പോ നിരക്ക് 5.50% കുറഞ്ഞു. കഴിഞ്ഞ 2 തവണയും 0.25% വീതം കുറച്ചിരുന്നു. ഇതോടെ ബാങ്കുകൾ നൽകുന്ന വായ്പകളുടെ പലിശയും ആനുപാതികമായി കുറയും. പൊതുവിൽ ഭവന വായ്പ 7% താഴെ എത്തിയേക്കും. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നതാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് റിസർവ് ബാങ്കിനെ നയിച്ചത്. ആദരാഞ്ജലികൾ. മുതിർന്ന കോൺഗ്രസ് നേതാവായ തെന്നല ബാലകൃഷ്ണ പിള്ളയാണ് അന്തരിച്ചത്. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരാഴ്ചയായി തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദീർഘകാലം MP, MLA എന്നീ പദവികളിൽ പ്രവർത്തിച്ചിരുന്നു. KPCC അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സൗമ്യ മുഖങ്ങളിൽ ഒരാളായി അറിയപ്പെട്ടയാളാണ് തെന്നല ബാലകൃഷ്ണപിള്ള. രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. അടൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2 തവണ അദ്ദേഹം MLA ആയിട്ടുണ്ട്. 3 തവണ രാജ്യസഭാംഗമായി. 5.5 വർഷത്തോളം DCC അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിലെ പ്രധാന നേതാവായി അറിയപ്പെട്ടിരുന്ന തെന്നല കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തിയാണ്. നാളെ ശാന്തി കവാടത്തിലാണ് സംസ്കാരം. കായിക ലോകം. ഫ്രാൻസിനെതിരായ ത്രില്ലർ പോരാട്ടത്തിൽ വിജയിച്ച് സ്പെയിൻ. ഫ്രാൻസിനെ 4-5 ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പെയിൻ യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ. 8-ന് നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ പോർച്ചുഗലിനെ നേരിടും. ആദ്യ പകുതിയിൽ 2 ഗോളുകൾ നേടിയ സ്പെയിനിന്റെ ആധിപത്യമായിരുന്നു ഗ്രൗണ്ടിൽ. 2-ാം പകുതിയിൽ 55-ാം മിനിറ്റ് ആകുമ്പോഴേക്കും ഗോൾ എണ്ണം 4 സ്പെയിൻ ഫൈനൽ ഏറെക്കുറെ ഉറപ്പിച്ചെന്ന് കരുതിയപ്പോഴായിരുന്നു ഫ്രാൻസിന്റെ തിരിച്ചടി. അവസാന മിനിറ്റുകളിൽ സമനിലയ്ക്കായി ഫ്രാൻസ് നന്നായി പൊരുതിയെങ്കിലും സ്പാനിഷ് പ്രതിരോധം പിടിച്ചു നിന്നു. ഇതോടെ സ്കോർ 5-4 നിൽക്കെ ഫൈനൽ വിസിൽ. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പ്രായം കൂടുന്തോറും തലച്ചോറിന്റെ ആരോഗ്യവും ശക്തിയും ക്ഷയിച്ചു തുടങ്ങും. ഇത് ഓർമ്മക്കുറവിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും നയിക്കാം. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പ്, ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. അമിതമായോ തീരെ കുറഞ്ഞ അളവിലോ ഭക്ഷണം കഴിക്കരുത്. ഇത് കൂടാതെ ദിവസവും 6 മണിക്കൂർ ഉറക്കവും ആവശ്യത്തിന് വെള്ളവും കുടിക്കണം. മദ്യപാനം, പുകവലി, അമിത സമ്മർദ്ദമുള്ള ജോലികൾ എന്നിവ ഉപേക്ഷിച്ച് യോഗ, ധ്യാനം എന്നിവയിലൂടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.